ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സദ്യ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓണമൊക്കെ വരുവാണ്, എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ബാച്ചിലേഴ്സിന് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്, 250 ഗ്രാം മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, 250 ഗ്രാം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം എല്ലാം സെപ്പറേറ്റ് നമ്മൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. വാഷ് ചെയ്ത് നന്നായിട്ട് ഒന്നെല്ലാം വേറെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് തുവരപ്പരിപ്പാണ്. അതൊരു 250 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യത്തിനുള്ള പുളി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ അരപ്പ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക. ഇനി നമ്മൾ മുരിങ്ങക്കായ ഒന്ന് തിളപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ മുരിങ്ങക്കായ വേവിച്ച് കഴിഞ്ഞാൽ ഓവർ കുക്ക് ആയിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ കേട്ടോ. ഒരു 5 മിനിറ്റ്. അപ്പോൾ ഇത് നമ്മുടെ മുരിങ്ങക്കായ ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം 3 വിസിൽ വന്നപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് എയറും പോയപ്പോൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മത്തങ്ങയും വഴുതനങ്ങയും ചേർത്ത് കൊടുത്തു, തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കായം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കായം ഞാനിവിടെ എൽച്ചിയുടെ കായാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മളൊരു 15 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. കഷ്ണങ്ങളും പരിപ്പൊക്കെ ഒന്നും കൂടെ വേവാനുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ ഒരു 30 വർഷം പഴക്കമുള്ള ഒരു കുക്കറാണ് കേട്ടോ ഇത്. ഇപ്പോഴും ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ പിടിയൊക്കെ പോയി നന്നാക്കാൻ കൊടുക്കാൻ പോകാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു വിസിൽ വന്നപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് എയർ പോയി തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം കഷ്ണങ്ങൾ വെന്തുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുരിങ്ങക്കായും വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുക്കർ അടച്ചു വെക്കേണ്ട, തുറന്നു വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ എടുക്കുന്നത് ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൗഡറാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഒരു അല്പം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിന്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. വെണ്ടയ്ക്ക് ഒരിക്കലും ഓവർ കുക്ക് ആവാൻ പാടില്ല. ഞാൻ സാധാരണയായിട്ട് സദ്യ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് വെണ്ടയ്ക്ക ചേർക്കാറ്. ഇതൊരു ഈസി വെർഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി മൊത്തത്തിലുള്ള ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരല്പം മെൽറ്റഡ് ശർക്കരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് നമുക്കൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഒരു 3-4 ഉണക്കമുളക് കട്ട് ചെയ്തിട്ടു. ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഇതാ പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ മാറിയപ്പോഴും നമ്മളിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതൊരു 15 മിനിറ്റെങ്കിലും നമ്മളൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും കേട്ടോ. സാമ്പാർ നല്ലോണം കുറുകി വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇപ്പം നമ്മൾ ചേർക്കുമ്പോൾ ഒരിത്തിരി ലൂസായിട്ടൊക്കെ തോന്നും, പക്ഷെ ഒന്ന് ഇരിക്കുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു 15 മിനിറ്റ് അടച്ചു വെച്ചു. നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഈ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ. ഞാൻ സാധാരണയായിട്ട് സദ്യക്ക് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും മുരിങ്ങക്കായും മാത്രമാണ് ആഡ് ചെയ്യാറ്. പക്ഷെ എൻ്റെ കുറേ കസ്റ്റമേഴ്സിന് ഇതേപോലെ കഷ്ണങ്ങൾ ഒരുപാട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അങ്ങനെ അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ മത്തങ്ങയും വഴുതനങ്ങയൊക്കെ ചേർത്ത് തുടങ്ങിയത് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് സാമ്പാർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.